നമസ്കാരം, ഞാൻ ജയന്താണ്. ഉള്ളൊഴുക്ക്. നിങ്ങളൊരു ചിത്രം കണ്ട് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ തിയേറ്ററിനകത്തിരുന്ന് കരയണം, അല്ലെങ്കിൽ നമുക്കൊരു വിഷമത്തിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങളെന്തായാലും കയറി കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സന്തോഷിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയുള്ള മൈൻഡുള്ളവർ എന്തായാലും കയറി കാണൽ ഇപ്പോഴേ പറയുന്നുണ്ട്. സൈലൻ്റ് മൂഡ് ചിത്രമാണ്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അത് ആ നാടിൻ്റെ അവസ്ഥയും കൂടെ കൂട്ടി യോജിപ്പിച്ച് ചെയ്തേക്കുന്ന ഒരു ചിത്രം. അതാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നൊരു സിനിമ. കുട്ടനാട്ടുകാരുടെ ജീവിതം ഇത്രത്തോളം ദുഃഖകരമാണെന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു മരണം പോലും അവർക്ക് കറക്റ്റ് ആ ചടങ്ങുകൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത്. കാര്യം നമ്മുടെ നാട്ടിലും മരണങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ കുട്ടനാട്ടിലും മരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ നടക്കുന്ന മരണങ്ങൾ ഈ മഴക്കാലത്ത് അവിടെ ഒരു മരണം സംഭവിച്ചാൽ ആ ബോഡി അടക്കം ചെയ്യാൻ ചിലപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ പിടിക്കുക. കാര്യം അവിടുത്തെ ആ വെള്ളക്കെട്ട് മാറിയാൽ മാത്രമേ അവർക്ക് ആ ബോഡി അടക്കം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അത്രയും ഒരു വിഷമമായിട്ടുള്ള ഒരു സംഭവം നമുക്കൊരു ഈ സിനിമയിലൂടെ നമുക്കത് ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം അറിയാൻ സാധിച്ചത്. എത്രയോ നാളായി നമ്മൾ ഈ ഒരു കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു സിനിമ ഇറങ്ങേണ്ടി വന്നു ഈ ഒരു അവസ്ഥയെ കാണിക്കാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന നമ്മളെന്തായാലും ആലപ്പുഴയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനത്തെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ കാണുന്ന നമ്മൾ എന്തായാലും വിതുമ്പിപ്പോവും. അവിടെ നിന്ന് എന്തായാലും കണ്ണ് നനയാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഈ ഒരു സിനിമ കാണുമ്പോൾ. എന്തായാലും ഇത് ഒരു IFFK ഇലക്കെ പ്രദർശിപ്പിക്കേണ്ട രീതിക്കുള്ള ഒരു ചിത്രമാണ് ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രം. നമുക്ക് തിയേറ്ററിൽ എന്തായാലും ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള പ്രത്യേകിച്ച് യാതൊന്നുമില്ല. ഒരു സൈലൻ്റ് മൂഡിലാണ് ഈ ഒരു ചിത്രം പോകുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കാണാൻ പോകുന്നവർ എന്തായാലും ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പോകും. നിങ്ങൾ ചിരിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു പടത്തിൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. കാര്യം ഇതൊരു സൈലൻ്റ് മൂഡ് ചിത്രമാണ്, ഒരു നല്ലൊരു സിനിമയാണ്. കാര്യം ഒരു 2 മണിക്കൂർ കൊണ്ട് ആ ഒരു നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയും അതേപോലെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നവും നമുക്കത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഉർവശി, പാർവതി, അർജുൻ രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, അലൻസിയർ എന്നീ ഒരുപാട് പേർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അതിമനോഹരമായാണ് അവരുടെ റോളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു ചിത്രം. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണോ, ഭർത്താവ് ഓർ ഭാര്യ നിങ്ങൾ കിടപ്പിലാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം. കല്യാണം കഴിഞ്ഞൊരു വ്യക്തി കിടപ്പിലാവുന്നു, അതിനുശേഷം നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എൻ്റെ ഡയറക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉർവശി, പാർവതി അന്യായ അഭിനയമാണ്. അഭിനയത്തിൽ അവരൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. കുറച്ച് അഹങ്കാരവും ചാടയൊക്കെ മാറ്റി വെച്ചാൽ വലിയ സ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് പാർവതി എന്ന് പറയുന്ന മികച്ച നല്ലൊരു നായികയാണ് പുള്ളിക്കാരി. പക്ഷേ പുള്ളിക്കാരിയുടെ കുറച്ച് കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ സിനിമയിലൊന്നും ഇപ്പോൾ അധികം സജീവമാവാത്തതിന് കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് കാര്യം അവർക്കേ അറിയാവൂ. കുട്ടനാട്ടുകാരുടെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർ തരണം ചെയ്യുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചിത്രം പോയി കാണണം. അല്ലാതെ ഭയങ്കര സെറ്റപ്പോ അടി ഇടി കുത്ത് പാട്ട് കോമ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഈ ചിത്രത്തിന് കയറാതിരിക്കില്ല.